മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ഏപ്രിൽ 30 വ്യാഴം. ദീർഘകാല ദേശീയ താൽപര്യം പരിഗണിച്ചുള്ള തന്ത്രപരമായ തീരുമാനമാണ് തങ്ങളുടേത് എന്നാണ് UAE വിശദീകരണം. ഇതിന് പല വ്യാഖ്യാനങ്ങൾ നൽകാമെങ്കിലും പൊതുവിൽ ഒപെക് നിശ്ചയിക്കുന്ന ഉൽപ്പാദന ക്വാട്ടയുടെ കാര്യത്തിൽ രാജ്യത്തിന് അതൃപ്തിയുണ്ട് എന്ന നിരീക്ഷണത്തിനാണ് പല വിദഗ്ധരും മുൻതൂക്കം നൽകുന്നത് എന്ന് വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. UAE ഒപെക് വിടുമ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE എണ്ണ കയറ്റുമതി രാജ്യ കൂട്ടായ്മയായ ഒപെക്കിലെ അംഗത്വം അവസാനിപ്പിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താവും അതിൻ്റെ അനന്തരഫലങ്ങൾ എന്നത് ഇപ്പോൾ പ്രവചനാതീതമാണ്. UAE സർക്കാർ ചൊവ്വാഴ്ച ഇറക്കിയ അറിയിപ്പിന് മുമ്പ് ഇത് സംബന്ധമായ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഇതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ആരും നിരീക്ഷണങ്ങളൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. മെയ് 1 വെള്ളിയാഴ്ച ഈ പിന്മാറ്റം നിലവിൽ വരും. ഒപെക് അംഗങ്ങളും അംഗങ്ങളല്ലാത്ത മറ്റു 10 എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളും കൂടിച്ചേർന്ന ഒപെക് പ്ലസിൽ നിന്ന് UAE പിൻവലിയുകയാണ്. 1960 ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ, വെനിസ്വേല എന്നീ രാജ്യങ്ങൾ ചേർന്ന് രൂപം കൊടുത്ത ഒപെക് പിന്നീട് മറ്റ് രാജ്യങ്ങൾ കൂടി ചേർന്നാണ് 13 അംഗ വേദിയായി മാറിയത്. പിന്നീട് ചില രാജ്യങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി ഒഴിവാവുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്ത ശേഷം ഇന്ന് 12 അംഗങ്ങളാണ് അവശേഷിക്കുന്നത്. ദീർഘകാല ദേശീയ താൽപര്യം പരിഗണിച്ചുള്ള തന്ത്രപരമായ തീരുമാനമാണ് തങ്ങളുടേത് എന്നാണ് UAEയുടെ വിശദീകരണം. ഇതിന് പല വ്യാഖ്യാനങ്ങൾ നൽകാമെങ്കിലും പൊതുവിൽ ഒപെക് നിശ്ചയിക്കുന്ന ഉൽപ്പാദന ക്വാട്ടയുടെ കാര്യത്തിൽ രാജ്യത്തിന് അതൃപ്തിയുണ്ട് എന്ന നിരീക്ഷണത്തിനാണ് പല വിദഗ്ധരും മുൻതൂക്കം നൽകുന്നത്. നിലവിൽ ഒപെക് രാജ്യങ്ങളുടെ ദിനംപ്രതി ഉൽപ്പാദനമായ 21 ദശലക്ഷം ബാരൽ എണ്ണയിൽ UAEയുടേത് ഏതാണ്ട് 3.5 ദശലക്ഷമാണ്. ഇത് ഇറാൻ US യുദ്ധത്തിന് മുമ്പ് വരെയുള്ള നിരക്കിന് ഏതാണ്ട് സമാനമാണെങ്കിലും രാജ്യത്തിന് 5 ദശലക്ഷം ബാരൽ ഉൽപ്പാദനശേഷിയുണ്ട് എന്ന് കരുതപ്പെടുന്നു. ആ തലത്തിലേക്ക് ഉൽപ്പാദനം ഉയർത്താൻ നിലവിലെ ക്വാട്ട പരിധി അനുവദിക്കില്ല. ഉൽപ്പാദനം ഉയർത്തുന്നത് വിലയെ ബാധിക്കുന്നതിനാൽ വ്യവസ്ഥ പാലിക്കാത്ത രാജ്യം എന്ന പഴി ഒഴിവാക്കാൻ അംഗത്വം റദ്ദാക്കുന്നതാവും എന്നാണ് വിപണി നിരീക്ഷകരുടെ ഒരു വിലയിരുത്തൽ. ഒപെക് നിലവിൽ വന്നത് ഉചിതമായ ഉൽപ്പാദന വിപണന നയങ്ങൾ രൂപവൽക്കരിക്കുക, അംഗരാജ്യങ്ങളുടെ ഉൽപ്പന്നത്തിന് ന്യായമായ വില ലഭ്യമാക്കുക, വിപണിയിൽ വലിയ ഉയർച്ചാ താഴ്ചകളില്ലാതെ വില പിടിച്ചു നിർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ്. അർദ്ധവാർഷിക യോഗം ചേർന്ന് വിപണി നില വിലയിരുത്തി നയങ്ങളിൽ വേണ്ട മാറ്റം വരുത്തുന്നതിനോടൊപ്പം എണ്ണ വിപണിയിൽ ഗവേഷണ വിശകലനങ്ങൾ നടത്താനും വിയന്നയിലെ ആസ്ഥാനത്ത് സംവിധാനങ്ങളുണ്ട്. എന്നാൽ വില പിടിച്ചു നിർത്താൻ ഉൽപ്പാദനം നിയന്ത്രിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടി വന്നത് പിന്നീട് ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞു തുടങ്ങിയപ്പോഴാണ്. ആ ഘട്ടത്തിൽ ഇടയ്ക്കിടെ സമ്മേളിച്ച് ഉൽപ്പാദനം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു തുടങ്ങി. ഓരോ രാജ്യത്തിനും മൊത്തം ഒപെക് ഉൽപ്പാദനത്തിൻ്റെ വിപണി വിഹിതം എത്ര എന്നതായി നിർണായക ഘടകം. മിക്ക ഉൽപ്പാദകരും ശേഷിയുടെ ഏതാണ്ട് പരമാവധി തന്നെ ഉൽപ്പാദിപ്പിച്ചിരുന്നതിനാൽ വർദ്ധിപ്പിക്കാൻ മാത്രം ശേഷിയുണ്ടായിരുന്നില്ല. ഇതിനപവാദം സൗദി അറേബ്യ മാത്രമായിരുന്നു. ആഗോള ഒപെക് കയറ്റുമതിയായ 20-21 ദശലക്ഷം ബാരലിൻ്റെ പകുതിയോളം അഥവാ 10-11 ദശലക്ഷം ബാരൽ എണ്ണ കയറ്റുമതി ചെയ്ത സൗദിക്ക് ഈയിടെ മാത്രമാണ് മേഖലയിലെ യുദ്ധാന്തരീക്ഷവും അനിശ്ചിതത്വവും കാരണം ഉൽപ്പാദനം ഗണ്യമായി കുറയ്ക്കേണ്ടി വന്നത്. ഉൽപ്പാദനം കുറയുന്നതിനനുസരിച്ച് എണ്ണവില കുതിച്ചുയർന്നു. അതിനിടയിൽ ഒപെക്കിൻ്റെ നിയന്ത്രണങ്ങൾ അത്ര പ്രശ്നമായിരുന്നില്ല. ഒപെക്കിൻ്റെ ഉൽപ്പാദന നിയന്ത്രണങ്ങളൊന്നും കൃത്യമായി പാലിക്കപ്പെട്ടിരുന്നില്ല എന്ന് മുമ്പേ ആരോപണമുണ്ടായിരുന്നതുമാണ്. അതെന്തായാലും ഒപെക് യോഗം കൂടുമ്പോൾ വിപണിയിൽ വില കൂടിയോ കുറഞ്ഞോ അതിൻ്റെ പ്രതികരണമുണ്ടായിരുന്നു. അംഗത്വം പിൻവലിക്കുന്നത് സംബന്ധിച്ച പ്രസ്താവനയിൽ പറയുന്നത് ചോദനയും വിപണി ഘടകങ്ങളും അനുസരിച്ച് ഉൽപ്പാദനം ക്രമേണയായി വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നാണ്. പുതിയ ഊർജോൽപാദന മാർഗങ്ങൾ തേടുന്ന ലോകത്ത് ഇത് പല ഫലങ്ങളും ഉണ്ടാക്കാം. കാർബൺ ബഹിർഗമനം കൂടുതലുള്ള ഫോസിൽ ഊർജങ്ങൾ കുറച്ചുകൊണ്ടുവരുന്ന ആഗോള നയത്തിൻ്റെ ഭാഗമായി നവീന ഊർജ സ്രോതസ്സുകൾ തേടുന്നതനുസരിച്ച് ക്രൂഡ് ഓയിൽ പോലുള്ള അസംസ്കൃത വസ്തുക്കൾ ക്രമേണ തിരസ്കൃതമാവാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. പൂർണ്ണമായും ഇല്ലാതാവാനുള്ള സാധ്യത കുറവാണെങ്കിലും ബാറ്ററി ഉപയോഗിച്ചുള്ള വൈദ്യുതി വാഹനങ്ങൾക്ക്
കാർബൺ ബഹിർഗമനവും അപൂർവ ലോഹങ്ങളുടെ ദൗർലഭ്യവും വെല്ലുവിളി ഉയർത്തിയേക്കാമെങ്കിലും ക്രൂഡ് ഓയിലിന് ഭാവിയിൽ ഇന്നുള്ള വിപണി ഉണ്ടാവണം എന്നില്ല. ആ നിലക്ക് ഇപ്പോൾ ഉൽപ്പാദനശേഷിയും ഉപഭോഗവും ഉള്ളപ്പോൾ സ്വതന്ത്രമായി ഉൽപ്പാദനം കൂട്ടാനും പിന്നീട് ചോദനയനുസരിച്ച് ഉൽപ്പാദനം കുറച്ചു കൊണ്ടുവരാനുമുള്ള സ്വാതന്ത്ര്യത്തിന് ഒപെക് അംഗത്വം ഇല്ലാത്തതാകും അഭികാമ്യം. ഒപ്പം കൂടുതൽ റിഫൈനറികൾ സ്ഥാപിച്ചും ഉള്ളതിൻ്റെ ശേഷി വർദ്ധിപ്പിച്ചും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ അബുദാബി കേന്ദ്രീകൃത വ്യവസായ നയത്തിനും അതൊരുപക്ഷെ ഉതകിയേക്കും. ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ UAEയുടെ ഉൽപ്പാദനത്തിൻ്റെ 90% അബുദാബിയുടേതാണ് താനും. പക്ഷേ ഈ സാധ്യതകൾക്കെല്ലാം തടസ്സം US-ഇറാൻ യുദ്ധമാണ്. UAEയെ പോലെ ഒപെക് വിടാൻ ഖത്തർ 2019 തന്നെ തീരുമാനിച്ചതാണ് എന്നതും ബഹ്റൈനും ഒമാനും നേരത്തെ തന്നെ ഒപെക് അംഗങ്ങളല്ല എന്നതും ചേർത്ത് വായിക്കുമ്പോൾ ഒപെക്കിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ വലുതായൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന വിലയിരുത്തലിനും പ്രസക്തിയുണ്ട്. മാധ്യമം പോഡ്കാസ്റ്റ്.